ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുണിന്റെ അമ്മ വീട്ടിൽ വന്ന് സംസാരിക്കുകയാണ്. എന്നാ ലക്ഷ്മിയാണെങ്കിൽ ഇനി കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആട്ടി ഇറക്കുന്ന രീതി തന്നെയാണ് കേട്ടോ അരുണിന്റെ അമ്മയെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. എന്നാ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മയെ വീട്ടിൽ വരുന്ന ആൾക്കാരെടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന്. ഞാന് സംസാരിക്കേണ്ട രീതി തന്നെയാണ് സംസാരിച്ചത്. ചില കാര്യങ്ങള് നടക്കില്ല, അപ്പോ അതിനനുസരിച്ച് രീതി തന്നെ വേണം നമ്മൾ സംസാരിക്കാൻ. അത് കഴിഞ്ഞ് ദേവുവിനെ വിളിക്കുകയും ഈ കാര്യം നടക്കില്ല, അരുണെ നീ മനസ്സിന്ന് മറന്നേക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ലക്ഷ്മി അവിടുന്ന് പോവാണ് ഇവിടെ ചെയ്യുന്നത്. തുടർന്ന് നമ്മുടെ ദേവു ആണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. രേവതി ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേവുവിന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ ദേവുവിന് ഒരു കാര്യം മനസ്സിലാവാണ്, ഇനിയിപ്പോ സച്ചി സമ്മതിക്കാതെ ഒരിക്കലും വീട്ടുകാരുടെ സമ്മതത്തോട് കൂടിയിട്ട് അരുണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇനി ഒരേ ഒരു മാർഗം പോയിട്ട് സച്ചിയേട്ടനുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് സച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ഷെഡിലേക്ക് പോവുകയും അവിടെ വെച്ച് സച്ചിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ദേവു വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് കാര്യമൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. സച്ചിയേട്ടൻ നമ്മുടെ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് സച്ചിയേട്ടൻ ചെയ്യുന്നുണ്ട്. സച്ചിയേട്ടൻ നല്ലവനാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് പറ്റിയ ആള് തന്നെയാണ് അരുണേട്ടനും. അരുണേട്ടൻ നല്ലവനാണ്. അത് കേട്ട ഉടനെ തന്നെ സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആഹാ എന്നാ പിന്നെ ബാക്കി എന്തൊക്കെയാണെന്ന്. അരുണേട്ടൻ അമ്മയും അതുപോലെ തന്നെ ശരത്തിനെയും ഒക്കെ നന്നായിട്ട് നോക്കും. അങ്ങനെ അരുണിനെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ ദേവു പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും സച്ചിയുടെ ദേഷ്യം കൂടിക്കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ എന്താ ഞാന് നിന്റെ വീട്ടുകാരെ നന്നായിട്ട് നോക്കുന്നില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോ, ഇല്ല സച്ചിയേട്ടൻ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സച്ചിയേട്ടൻ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സച്ചിയേട്ടൻ എന്തിനാ എല്ലാം തെറ്റായിട്ടുള്ള രീതിയിൽ എടുക്കുന്നത്? അതെ ശരിയാണ്, തെറ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എടുക്കുക. കാരണം ഞാൻ വെറും ഒരു പൊട്ടനാണല്ലോ. നിങ്ങൾ എല്ലാവരും നല്ല ബുദ്ധിശാലികളും. ഞാൻ അങ്ങനെയൊന്നും സച്ചേട്ടൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സച്ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ട് സച്ചേട്ടന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒരിക്കലും സച്ചേട്ടനെ വിഷമിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് സച്ചേട്ടന്റെ അടുത്ത് കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചത്. സച്ചേട്ടന്റെ ഇഷ്ടമല്ലാതെ ഒരു കാര്യവും നടക്കത്തുമില്ല. ഞങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വവും ഉത്തരവാദിത്വം ഒന്ന് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ സച്ചേട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാത്തിനും സച്ചേട്ടനുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭയം പോയത് സച്ചേട്ടൻ വന്നതിന് ശേഷമാണ്. ഞങ്ങളുടെ അച്ഛന്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് സച്ചേട്ടനെ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് സച്ചേട്ടൻ ഞാൻ പറയുന്ന ഒന്ന് സമാധാനത്തോടു കൂടി കേൾക്കണമെന്ന് ദേവു പറയുന്നുണ്ട്. എന്തോ നീ തീരുമാനിച്ചിട്ടാ വന്നെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്തായാലും നീ പറയും, ഞാൻ കേൾക്കാം എന്ന് സച്ചിയും പറയുന്നുണ്ട്. സച്ചേട്ടാ, ഞാൻ അരുണേട്ടനെ കണ്ട ഉടനെ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് അവരെ കല്യാണം കഴിക്കണമെന്നൊന്നും ആഗ്രഹിച്ച ഒരാളല്ല. അരുണേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരുടെ സ്വഭാവം മനസ്സിലാക്കി അവരുമായിട്ട് ഒത്തു പോകും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് ചേർന്ന ഒരാളാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇത് നോക്കു ദേവു, നീ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് അവനെ കുറിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് നല്ലതായിട്ട് തന്നെ തോന്നത്തുള്ളൂ. അവനും നിനക്ക് നല്ലതായിട്ടേ തോന്നൂ. ഇനിയിപ്പോ നിന്റെ കൺമുമ്പില് അവൻ മോശപ്പെട്ടവനാണെന്നുള്ള കാര്യം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും നിനക്ക് അത് മോശമാണെന്നുള്ള കാര്യം തോന്നത്തില്ല. ഇല്ല സച്ചേട്ടാ, അങ്ങനെയല്ല. ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷമല്ല അരുണേട്ടനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോയത്. അതിനു മുമ്പ് തന്നെ അരുണേട്ടന്റെ സ്വഭാവമൊക്കെ നല്ലതായിരുന്നു. അത് കണ്ട് അങ്ങനെ പോകെയാണ് ഞാൻ അവരെ ഇഷ്ടപ്പെട്ടത്. ശരി, നീ എന്തായാലും സ്നേഹിച്ചു. ഇനിയിപ്പോ അടുത്തതായിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് സച്ചി ചോദിക്കുന്നുണ്ട്. സച്ചേട്ടൻ പറഞ്ഞു വരുന്നത് എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ സച്ചേട്ടന്റെ സമ്മതം ഇല്ലാതെ മറ്റു ഒരു കാര്യവും നടക്കില്ല. സച്ചേട്ടന്റെ പൂർണ്ണ സമ്മതം ഞങ്ങൾക്ക് വേണം ഇതിനു വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇന്ന് അരുണേട്ടന്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓ, കല്യാണത്തെ കുറിച്ച് സംസാരിച്ച് എല്ലാം തീരുമാനിച്ചോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എന്റെ സമ്മതം ഇല്ലാതെ ഈ വിവാഹം നടക്കില്ല എന്നുള്ള കാര്യമാണ് അമ്മ പറഞ്ഞത്. അതിനും ഞാനും ശരി എന്ന് തന്നെ പറഞ്ഞു. വേണമെങ്കിൽ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചോളൂ. ചേച്ചിയും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്താ നീ പറഞ്ഞത്? രേവതി വീട്ടിലേക്ക് വന്നിരുന്നോ എന്ന് ചോദിക്കുവാണേ. രാവിലെ സച്ചിയുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ രേവതി പോയിരിക്കുന്നത്. അതെന്തായാലും വിട്ടേക്ക്. കാരണം അതും സച്ചിയും രേവതിയും തമ്മിലുള്ള പ്രശ്നമാണല്ലോ. അതിലേക്കൊന്നും ദേവുവിനെ എടുത്തിടുന്നൊന്നുമില്ല കേട്ടോ. ഇത് നോക്ക് ദേവു, ഞാൻ എന്റെ ഭാര്യയുടെ അനിയത്തിയായിട്ടല്ല നിന്നെ കാണുന്നത്, എന്റെ സ്വന്തം പെങ്ങളായിട്ടാണ്. എന്റെ കണ്ണിൽ നീ ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ്. നീ ഇപ്പൊ പറഞ്ഞില്ലേ എല്ലാം നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നുള്ള കാര്യം, അത് തന്നെ തെറ്റാണ് ദേവു എന്നുള്ള കാര്യം നിനക്കറിയോ? ഇങ്ങനെ ഓരോരോ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് 6 മാസം പോലും ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിക്കാതെ ഓരോരുത്തർ കോർട്ടിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത്. ഞാനിതൊന്നും ചുമ്മാ പറയുന്നല്ല ദേവു. ഒരു ദിവസം എന്റെ കാറില് ഒരു പെൺകുട്ടി കയറിയിട്ടുണ്ടായിരുന്നു. അവളുടെ അടുത്ത് കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ്
അവള് 6 വർഷമായിട്ട് ഒരുത്തനെ സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷെ 6 മാസം പോലും സന്തോഷത്തോട് കൂടിയിട്ട് അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് അവളെ ഞാൻ കൊണ്ടുപോയിട്ട് ഇറക്കി വിട്ടതും കോട്ട് തന്നെയാണ്. പാതി ആൾക്കാരും ഇതുപോലെ തന്നെയാണ് പോയി നിൽക്കുന്നത്. ഇല്ല സച്ചേട്ടാ, എന്റെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലെന്ന് ദേവു പറയുമ്പോ, ദേവു എല്ലാവരും ഇങ്ങനെ തന്നെയാ പറയാ. നിങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാര് എല്ലാം അറിഞ്ഞ രീതിയിലാണ് സംസാരിക്കുക. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ തന്നെ മണ്ടത്തരം കാണിക്കും. ഒരുത്തൻ ചിരിച്ച് സംസാരിക്കുമ്പോഴേക്കും അവൻ നിങ്ങളുടെ കടയിൽ നല്ലവനായിരിക്കും. ഒരു കാര്യം ദേവു നീ മനസ്സിലാക്കിയോ, അരുൺ നിനക്ക് പറ്റിയ ഒരാളല്ല. എന്തിന്, അവൻ നല്ലൊരുത്തനെയല്ല. അവൻ മനസ്സിൽ പക വെച്ചിട്ട് അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ്. നാളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഭാര്യയും അതുപോലെ തന്നെയല്ലേ നടത്തുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദേവു നിന്റെ ലൈഫാണ് സ്പോയിൽ ആവാൻ വേണ്ടി പോകുന്നത്. ഇല്ല സച്ചേട്ടാ എന്ന് ദേവു പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ ദേവു? നിനക്ക് നല്ലൊരു പഠിച്ചൊരുത്തനെ തന്നെ ഞാൻ കണ്ടെത്തി തരൂ. സച്ചേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ എന്ന് ദേവു പറയുന്നുണ്ടെങ്കിലും നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. എന്റെ സമ്മതമില്ലാതെ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം അമ്മ പറഞ്ഞില്ലേ. കാരണം വേറൊന്നുമല്ല, അവർക്ക് അനുഭവമുണ്ട്. നല്ലതേതാ ചീത്ത ഏതാന്നുള്ള കാര്യം കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റും. എന്നാ നീ അങ്ങനെയല്ല, ചെറിയ പെണ്ണാണ്, നിനക്ക് ഇത്രയും നാളായിട്ട് ആ പക്വത വന്നിട്ടില്ല. എന്താണോ ശരി അത് ഞാൻ ചെയ്യും. നീ പോവാൻ നോക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ദേവു ഇങ്ങനെ അവിടെ തന്നെ നോക്കി നിൽക്കുമ്പോ പോവാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ ശരി സച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടേ. ഞാൻ നിന്നെ കൊണ്ടുവിടാ എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേവു അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞ് വഴിയിൽ വെച്ചിട്ട് നമ്മുടെ രേവതിയെ അരുൺ കാണുകയും രേവതിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ. നിങ്ങള് ഹസ്ബൻഡ് എന്നെ കുറിച്ച് എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, പക്ഷെ നിങ്ങള് എന്താണോ പറയാൻ വേണ്ടി വന്നത് അത് പറയാൻ വേണ്ടിട്ട് നമ്മുടെ രേവതി പറയുന്നുണ്ട്. ഞാനും ദേവും ഇഷ്ടത്തിലാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടും കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതാണല്ലോ അറിഞ്ഞത് അമ്പലത്തിൽ വെച്ചിട്ട്. അവള് ഇഷ്ടപ്പെടുന്ന ആളെ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ടാണ് അമ്പലത്തിലേക്ക് വിളിച്ചത്. പക്ഷെ അവിടെ വെച്ചിട്ട് ഒരിക്കലും അത് നിങ്ങളാവുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം എന്നുള്ള ഒരാളല്ലായിരുന്നു. എന്റെ കരിയർ കാര്യങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ദേവുവിനെ കണ്ടതിന് ശേഷമാണ് അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ തോന്നിയത്. അങ്ങനെ തന്നെയാണ് ദേവുവിന്റെ കാര്യം നമ്മുടെ രേവതിയും പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ചെറുപ്പത്തിൽ തുടങ്ങിയ സ്നേഹമൊന്നുമല്ല, നല്ല മെച്ചൂർഡായിട്ട് തന്നെ തുടങ്ങിയതാണ്. പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കിയിട്ട് തുടങ്ങിയതാണ്. രണ്ടുപേരുടെ ഫാമിലി സിറ്റുവേഷനും അതുപോലെ തന്നെ ഓരോരുത്തർക്ക് വേണ്ടി ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്നേഹം തുടങ്ങിയത്. നിങ്ങളുടെ കുടുംബത്തിന്റെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ കുടുംബം പോലെ കണ്ടിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. ദേവു എനിക്ക് നല്ലൊരു ഭാര്യയായിട്ട് മാത്രമല്ല എന്റെ അമ്മയ്ക്ക് നല്ലൊരു മരുമകളായിട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾ എന്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഭാര്യയും കിട്ടും, എന്റെ ലൈഫ് സന്തോഷമായിട്ടിരിക്കും. അതുപോലെ തന്നെ എന്റെ അമ്മയും ഭയങ്കര സന്തോഷവതിയായിരിക്കും. അതുമാത്രമല്ല ദേവു ഞങ്ങളുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കുടുംബത്തിന്റെയും പൂർണ്ണ സമ്മതത്തോടെ തന്നെ വേണം കല്യാണം എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനിയത്തിയുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ഇതിനു വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് രേവതിയുടെ അടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഈ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണെന്നുള്ള കാര്യം. ഈ സന്തോഷമായിട്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അത് എനിക്ക് ഇല്ലാതിരിക്കോ, എന്റെ അനിയത്തി എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നാണല്ലോ എന്റെ ആഗ്രഹം എന്ന് രേവതി പറയുമ്പോ, അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം നിങ്ങൾ നടത്തി തരണം. ഞാൻ ആരെയും തേടി പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്ന് അരുൺ പറയുമ്പോ, അങ്ങനെ സച്ചേട്ടൻ ആരുടെയും പുറകെ നടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല. നിങ്ങളുടെ ഭാഗത്തും ഉണ്ട് തെറ്റ്. സച്ചേട്ടന്റെ കാറിന്റെ ലൈസൻസ് കട്ട് ചെയ്യുന്ന കാര്യത്തില് നിങ്ങളും ന്യായമായിട്ട് നടന്നില്ല. അത് കേൾക്കുമ്പോ അരുൺ തലം കുനിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. കാരണം ആ കാര്യത്തില് മൊത്തത്തിലും അരുണിന്റെ ഭാഗത്താണല്ലോ മിസ്റ്റേക്ക്. ഇപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നും ഒന്നും ആവാൻ വേണ്ടി പോകുന്നില്ല. ഇതിനകത്ത് പെട്ടിരിക്കുന്നത് എന്റെ അനിയത്തിയാണ്. നിങ്ങൾ ഞങ്ങളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തി തരണം. ഞാന് ദേവുവിന് സത്യസന്ധമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുള്ള കാര്യം തോന്നി. ഇനിയിപ്പോ എന്ത് തീരുമാനം എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കൂ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അരുൺ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ രേവതി തിരിച്ച് രാത്രിയിൽ വീട്ടിലെത്തുവാണ്. സച്ചിയാണെങ്കിൽ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ രേവതിയുടെ അടുത്ത് എവിടെ പോയിട്ട് വരായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്റെ വീട്ടിൽ പോയിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ നീയല്ലേ പറഞ്ഞത് പൂ കൊടുക്കാനുള്ള പണിയുണ്ട് എന്നുള്ള കാര്യം. അതും പറഞ്ഞിട്ടാണല്ലോ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇത്രയും നേരം നീ പൂ കൊടുക്കുകയായിരുന്നോ? അത് കേട്ട് രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അല്ലെങ്കിലും പൂ കൊടുക്കുന്ന ജോലിയാണല്ലോ നീ ചെയ്യുന്നത്. ആ നിനക്ക് എന്റെ കാതിൽ പൂ വെക്കാൻ വേണ്ടിട്ട് എത്ര സമയം വേണം? നിങ്ങള് എന്തോ പറയാൻ വേണ്ടി വരാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്താണെങ്കിലും നേരിട്ട് പറഞ്ഞോളൂ. നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു, പോകാൻ പറ്റില്ല എന്ന്. പക്ഷെ നീ പോയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോ കള്ളം പറയാനും തുടങ്ങിയല്ലേ. പുതിയ ബന്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് ആൾക്കാരുടെ മാറ്റം ഇത് സാധാരണയായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴേക്കും രേവതിയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അരുണിന്റെ വീട്ടിൽ നിന്ന് വരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ദേവു എന്നോടും കൂടി വരാൻ വേണ്ടി പറഞ്ഞു. ഇറങ്ങിയതിന് ശേഷമാണോ ദേവു നിന്നെ വിളിച്ചത് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളപ്പോഴാണോ എന്നുള്ള കാര്യം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ടേ.
ഇവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് വിളിച്ചത്. അല്ലെങ്കിലും എന്റെ വീട്ടില് കാര്യങ്ങൾ സംസാരിക്കാൻ പിന്നെ വേറെ ആരാണുള്ളത്? ഞാനിതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ ദേഷ്യപ്പെടുന്ന കരുതിയിട്ടാണ് പറയാണ്ടിരുന്നതെന്നൊക്കെ ദേവ് ഇങ്ങനെ പറയുവാണേ. ദേവു എന്നെ കാണാൻ വേണ്ടിയിട്ട് ഷെഡിലേക്ക് വന്നിരുന്നു എന്ന് സച്ചി ഇങ്ങനെ പറയുവാണേ. അവള് അങ്ങോട്ടേക്ക് വന്നിരുന്നു എന്നോ? വന്നിരുന്നു. അവള് നിന്നെ പോലെയല്ല, അവൾക്ക് നിന്നേക്കാൾ കൂടുതൽ എന്റെ അടുത്ത് മര്യാദയുണ്ട്. അതുകൊണ്ടാണ് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവള് പറഞ്ഞതിന് ശേഷമാണ് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത്. പോലീസുകാരന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് കല്യാണത്തെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങളെല്ലാം എന്റെ സമ്മതമില്ലാതെ ഈ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം നിന്റെ അമ്മ പറഞ്ഞു എന്നും ദേവു എന്റെ അടുത്ത് പറഞ്ഞു. നിന്റെ അമ്മയ്ക്ക് അത്രയും എന്റെ മേലും മര്യാദയുണ്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവുവാണ് എന്റെ അടുത്ത് കള്ളം പറയേണ്ടത്, പക്ഷെ നീയാണ് എന്റെ അടുത്ത് കള്ളം പറയുന്നത്. ഇതിലിപ്പോ കള്ളം പറയേണ്ട കാര്യം എന്താണ് സച്ചേട്ട ഉള്ളത്? എല്ലാം സമാധാനപരമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എടിപിടിന്ന് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ? അത് മാത്രമല്ല, അരുൺ എന്നെ കണ്ട് സംസാരിച്ചു, അവൻ നിന്നെ കണ്ട് സംസാരിച്ചെന്നോ? എന്താ സംസാരിച്ചത്? എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തണം, അവൻ കല്യാണം കഴിക്കുവാണെങ്കിൽ ദേവുവിനെ കല്യാണം കഴിക്കുള്ളൂ, അവൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. അവൻ തീരുമാനിച്ച മാത്രം മതിയോ? ദേവു എന്താ അവന്റെ വീടിന്റെ അടുത്തുള്ള പെണ്ണോ മറ്റോ ആണോ? അവൻ അത്രയ്ക്കും പിടിവാദത്തിലാണ് ഉള്ളത്. അവന്റെ പിടിവാദം കൊണ്ടൊരു കുപ്പയിലിടാൻ വേണ്ടി പറ. പാമ്പ് കുറെ നേരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് പാവം അത് കൊത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പോയിട്ട് ആരെങ്കിലും കാല് കൊണ്ടെങ്ങോട്ട് കൊടുക്കുവോ കൊത്താൻ വേണ്ടിയിട്ട്? അതുപോലെ തന്നെയാണ് ഈ അരുണും. നിങ്ങൾ എപ്പോഴും അരുണിനെ തെറ്റായ കണ്ണിലൂടെ മാത്രമാണ് കാണുന്നതെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമാണ് അവനെ ശരിയായിട്ടുള്ള കണ്ണിലൂടെ കാണുന്നത്. ശരി, അതൊക്കെ വിട്. നിങ്ങൾ ദേവുവിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? എന്താണോ പറയേണ്ടത് അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ചോദിച്ചത് എന്താ പറഞ്ഞതെന്ന്. നിനക്ക് എന്തായാലും അരുൺ സെറ്റ് ആവില്ല എന്നും നിനക്ക് വേണ്ടി ഞാൻ നല്ലൊരു പയ്യനെ തന്നെ കണ്ടെത്തുന്നു പറഞ്ഞു. അവള് പഠിച്ചവളാണല്ലോ, അതുകൊണ്ട് അവൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. എന്തിനാ സച്ചേട്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? രണ്ടുപേരും നല്ല ജോലിയിലാണ്. അത് കേൾക്കുമ്പോഴേക്കും സച്ചേട്ടന്റെ മുഖഭാവമൊക്കെ അങ്ങ് മാറുന്നുണ്ട്. സച്ചേട്ടനെ കുറച്ച് സംസാരിച്ചതല്ല ഞാന്. 1000 പേര് വന്നു കഴിഞ്ഞാലും സച്ചേട്ടൻ തന്നെയാണ് എനിക്ക് പ്രധാനം. സച്ചേട്ടന്റെ വാക്കുകൾ തന്നെയാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ടാണല്ലോ നീ രാവിലെ എന്റെ അടുത്തൊന്നും പറയാതെ മറിച്ചിട്ട് പോയത്. ആ കാര്യത്തെ കുറിച്ച് രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ വെറുതെ ഒച്ചയെടുക്കും. അത് മാത്രമല്ല അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. രണ്ടുപേരുടെയും കല്യാണം നടന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം നന്നാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട രേവതി. അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ അങ്ങോട്ട് വിടില്ല. ഇനിയിപ്പോ നിനക്ക് ഞാനും വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് സച്ചി ഉള്ളിലേക്ക് അങ്ങ് കയറി പോവാണേ. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ മഹിമ ഒരു തട്ടിനകത്ത് കുറെ ഫ്രൂട്ട്സും സ്വീറ്റ്സും അതിന്റെ മേലൊരു ചെക്കും വെറ്റിലയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ച് വലിയൊരു തട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു സന്തോഷമുള്ള കാര്യം പറയാനാവെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അത് മേടിക്കാൻ വേണ്ടിയിട്ട് മഹിമ പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ചാടിക്കയറി മേടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. രവി മടിച്ചു നിൽക്കുന്നുണ്ട്. രവിയേട്ടാ അവര് പറയുന്നത് കേട്ടില്ലേ, മേടിക്കാൻ വേണ്ടി പറയുവാണ്. ഉടനെ രവിയാണെങ്കിൽ എന്തോ കാര്യം പറയാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞു. ആദ്യം കാര്യം കേൾക്കട്ടെ എന്നാ പറയുന്നത്. ഉടനെ സച്ചി പതിവ് പോലെ തന്നെ എന്താ വെച്ചാ അതിനകത്ത് ചെക്കൊക്കെ ഉണ്ടല്ലോ, ഇനി നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെക്കൊക്കെ ആയിട്ട് വന്നതാണോ? അന്ന് തന്നെ ചെക്ക് നമ്മൾ കയറി കളഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട മഹിമയാണെന്നുണ്ടെങ്കിൽ ഞാന് ഒരു സന്തോഷമുള്ള കാര്യം പറയാനാ വന്നിരിക്കുന്നത്, ഇന്നെങ്കിലും അവന്റെ വായൊന്ന് അടക്കി വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എടാ നീ ഒന്ന് മിണ്ടാതിരിക്കടാ എന്ന് ചന്ദ്ര സച്ചിയുടെ അടുത്ത് പറയുവാണ്. അല്ല മഹിമേ, നീ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞല്ലോ, എന്താണെന്ന് കാര്യം പറയാനും വീണ്ടും ചന്ദ്ര പറയുമ്പോ ഹർഷയും ശ്രീകാന്തും കൂടി ചേർന്നിട്ട് പുതിയ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനു വേണ്ടിയിട്ട് ഒരു അഡ്വാൻസ് എന്ന നിലയിൽ 10 ലക്ഷം രൂപ കൊടുക്കാനാണ് ഞാൻ വന്നത്. ഇതുവരും അഡ്വാൻസ് മാത്രമാണ്. അവർക്ക് ഇനി എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ കൊടുക്കുന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് കേട്ട് ശ്രീകാന്ത് ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുവാണ്. ഇത് നല്ല കാര്യമാണല്ലോ. എടാ ശ്രീകാന്തേ, നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രവി, അല്ലട ശ്രീകാന്തേ, നീ ഹോട്ടൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തെക്കുറിച്ച് വീട്ടിലുള്ളവരുടെ അടുത്ത് ഒരു വാക്കെങ്കിലും പറയണ്ടേടാ. അത് കേട്ട് ശ്രീകാന്ത് ആണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുവാണേ. തുടർന്ന് സച്ചിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല ശ്രീകാന്തേ, നീ അച്ഛന്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാതെ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനം എടുക്കാനൊക്കെ ആയോ? നീ അത്രയ്ക്ക് വലിയ ആളായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് രേവതിയും പറയുന്നുണ്ട് കേട്ടോ, അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒരു വാക്ക് പറയണ്ടേ, അതല്ലേടാ മര്യാദ. റെസ്റ്റോറന്റ് ആരംഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും വർഷയാണെങ്കിൽ എത്ര വെച്ചിട്ടാണ് അങ്കിൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞത്. നാളെ വെച്ചിട്ട് അങ്കിൾ അവിടെ തന്നെ നിൽക്കുന്നത്. അത് മാത്രമല്ല, അവൻ ഇത്രയും നാൾ വർക്ക് ചെയ്ത ഹോട്ടലിലുണ്ടല്ലോ, അവന് ഒരു റെക്കഗ്നൈസേഷനും കിട്ടുന്നില്ല. ഇത്രയും നാൾ മോളെ അവൻ അവിടെ നന്നായിട്ട് തന്നെയല്ലേ ജോലി ചെയ്തത് എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട്. അങ്കിൾ അവിടെ നന്നായിട്ട് തന്നെയാ ജോലി ചെയ്തത്. ശ്രീകാന്തിന്റെ കുക്കിംഗ് സ്കിൽ കൊണ്ടാണ് അവിടെ ആൾക്കാർ വന്നത്. എന്നാൽ അവൻ വെറും ഒരു സാധാരണ ഷെഫ് മാത്രമാണ് അവിടെ. ആ റെസ്റ്റോറന്റിൽ നല്ല ഹോട്ടലിനുള്ള അവാർഡും കിട്ടി. അതിനെല്ലാം ആ പ്രിയ മാത്രമാണ് കാരണം എന്നാ പറയുന്നത്. അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്കിൾ. അതുകൊണ്ടാണ് പുതിയതായിട്ട് റെസ്റ്റോറന്റ് ആരംഭിക്കാന്ന് ഞാൻ തന്നെ തീരുമാനം എടുത്തത്. വർഷ പറയുന്നത് ശരി തന്നെയല്ലേ, ഒരു മര്യാദ ഇല്ലാത്തടുത്ത് എന്തിനാണ് ശ്രീകാന്ത് ജോലി ചെയ്യുന്നത്?
അതെല്ലാം ശരി തന്നെയാണ്, പക്ഷെ അവൻ റെസ്റ്റോറന്റ് ആരംഭിക്കുന്നതിന് നിങ്ങൾ എന്തിനാ പണം കൊടുക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. പിന്നെ നീ കൊണ്ടുപോയിട്ട് പണം കൊടുക്കൂടോ എന്ന് സുധി ഉടനെ തന്നെ ചോദിക്കുവാണേ. അതിനകത്ത് എത്ര പൂജ ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയോടാ? 10 ലക്ഷത്തിനകത്ത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതില് എത്ര പൂജ ഉണ്ടെന്നൊക്കെ സച്ചേട്ടൻ അറിയാം. നിങ്ങൾ ചുമ്മാ വെറുതെ കിടന്ന് വളവളന്ന് സംസാരിക്കാൻ വേണ്ടി നിൽക്കണ്ട. സച്ചേട്ടന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ സച്ചേട്ടൻ കൊടുത്തന്നെ. എന്നാ ശ്രീകാന്ത് ആണെങ്കിൽ അവന്റെ സ്വന്തം അധ്വാനത്തിൽ അവൻ സ്വന്തം പൈസയ്ക്ക് തുടങ്ങുന്നുള്ള കാര്യം പറഞ്ഞെന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, എടി നിനക്കൊക്കെ എന്താ പ്രശ്നം? നിന്റെ അടുത്ത് അവൻ വന്ന് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞോ? എന്റെ മകൻ നന്നാവുന്നത് നിനക്ക് കണ്ടുകൂടാല്ലേ? ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ ഞാൻ നന്നായിട്ടിരിക്കണമെന്ന് മാത്രമേ സച്ചേട്ടനും രവി ചേച്ചിയും ചിന്തിക്കുള്ളൂ. ഉടനെ മഹിമയും പറയുന്നുണ്ട്, ഇത് നോക്ക് ശ്രീകാന്തെ, നീയും അതുപോലെ വർഷയും നന്നായിട്ടിരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തുടർന്ന് വർഷ പറയുന്നത്, ശ്രീകാന്തിന് നല്ല ടാലന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല നിലയിൽ എത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ആരംഭിക്കാന്ന് വിചാരിച്ചു. വർഷ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോ തന്നെ ഇതിന് എത്ര ചെലവായാലും കുഴപ്പമില്ല, അതിനു വേണ്ടിയിട്ട് പണം ചെലവാക്കാൻ വേണ്ടിയിട്ട് വർഷയുടെ അച്ഛൻ തയ്യാറാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചെക്ക് കൊടുത്തു വിട്ടത്. ഇത് സന്തോഷത്തോടുകൂടി മേടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഉടനെ അവര് നമ്മുടെ മകന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. അവര് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിനല്ലേ നല്ലത്, അത് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്ര. കേട്ട ഉടനെ ചന്ദ്രയെ, നമ്മളാണോ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്? അവരല്ലേ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് തന്നെ അവരെടുത്ത് അത് മേടിക്കാൻ വേണ്ടിയിട്ട് പറ എന്ന് പറയുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത്. ശ്രീകാന്തെ, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കുക എന്ന് മാത്രമാണ് കേട്ടോ രവി പറയുന്നത്. വാങ്ങിച്ചോളൂ ശ്രീകാന്തെ, ഇത് വെറും അഡ്വാൻസ് മാത്രമാണ്. സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ട് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ വേണ്ടതുപോലെ ചെയ്യാന്ന് മഹിമ പറയുന്നുണ്ട്. ശ്രീകാന്ത് മടിച്ചു നിൽക്കുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ അരികിലേക്ക് ചെന്നിട്ട് മാറി നിന്നുകൊണ്ട്, എടോ ശ്രീകാന്തെ, നിന്റെ ആഗ്രഹം സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് ആരംഭിക്കണം എന്നുള്ളതല്ലേ, അതുകൊണ്ട് എന്തിനാ മടിക്കുന്നത്? അവര് നമ്മൾ ചോദിക്കാതെ തന്നെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് അവരുടെ നന്മയാണ്. അവരൊന്നും മറ്റുള്ളവരെ പോലെ ഒന്നുമില്ലാത്തവരൊന്നും അവർ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞാൽ ചെയ്യും. നീ വാങ്ങിക്കടാ എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ കൂടെ നിർബന്ധിക്കുകയാണ്. അതേസമയം മഹിമയും പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ വർഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ശ്രീകാന്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്, വാങ്ങിച്ചു എന്ന് പറഞ്ഞ് മഹിമ നീട്ടുമ്പോൾ വർഷ ഇതാണ് നല്ല അവസരം, മേടിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ കൊണ്ട് നിർബന്ധിച്ചിട്ട് അത് മേടിപ്പിക്കുകയാണേ. ഉടനെ വർഷ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്തിനാ എന്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടും നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് തലമുറ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളടുത്ത് പറയാം. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ മഹിമ പോകുന്നുണ്ട്. ഇതില് ശ്രീകാന്തിന് ഒട്ടും താല്പര്യമില്ല എന്നുള്ള കാര്യം അവന്റെ മുഖം കണ്ടാൽ അറിയാവുന്ന രേവതി സച്ചിയുടെ അടുത്ത് പറയുമ്പോൾ, താല്പര്യമില്ലാണ്ടിരുന്ന പോലല്ലോ, വാ തുറന്ന് സംസാരിക്കണ്ടേ, അവൻ മിണ്ടാതിരിക്കല്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ ദേഷ്യത്തില്. അത് കഴിഞ്ഞ് ചന്ദ്രയാണെങ്കിൽ, എനിക്ക് എന്തായാലും ശ്രീകാന്തെ ഒരുപാട് സന്തോഷമായി. ഈ വീട്ടില് നിനക്ക് മാത്രമാണടാ നല്ലൊരു ഭാര്യയെ കിട്ടിയത്. മറ്റു 2 വീട്ടുകാരെ കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? ഇവിടെ ഒരുത്തിയുണ്ട് ഒരു പൂക്കടയും, ഒരുത്തിയാണെന്നുണ്ടെങ്കിൽ കള്ളക്കടയും വെച്ചുകൊണ്ട് നടത്തുന്നത് പോലെയാന്നൊക്കെ പറഞ്ഞ് 2 പേരെയും മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട ഉടനെ രവിയാണെങ്കിൽ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് ചന്ദ്രേ, എന്ത് സംസാരമാണ് ഇതൊക്കെ? ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? സത്യം തന്നെയല്ലേ? എന്ത് സത്യമെന്ന്? ഒരുത്തിയുടെ അച്ഛന്റെ മേലിൽ കൂടെ ബസ് കയറി പോയതാണോ, ഇനി അച്ഛൻ ചെന്നിട്ട് ബസ്സിന്റെ മേലെ കയറിയതാണോന്നൊക്കെ ആർക്കറിയാം? പിന്നെ വേറൊരുത്തിണ്ട്, അവളുടെ അച്ഛൻ എപ്പോഴാ പോയി മരിച്ചതെന്ന് ആർക്കറിയാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒച്ച എടുത്തോണ്ടിരിക്കുവാണ് ചന്ദ്ര. ആന്റി ഭയങ്കര ഫണ്ണിയാണല്ലോ എന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ. അതെ അതെ, അമ്മ ഭയങ്കര ഫണ്ണിയാണ്. ഇനി ഒരു ചെക്ക് വെച്ചിട്ട് പോയിട്ടുണ്ട് കറക്റ്റ് സമയത്തില്. ഇനി എന്തെല്ലാമൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ വേണ്ടി പോകുന്നതെന്ന് ആർക്കറിയാന്നൊക്കെ സച്ചി പറയുവാണ്. അല്ലെങ്കിലും അവന് ഭയങ്കര കുശുമ്പായിരിക്കും, വേറൊന്നും കൊണ്ടല്ല. അവന് കിട്ടിയിരിക്കുന്നത് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് ഒരു പെണ്ണാണല്ലോ, അവിടുന്ന് എന്ത് വരാനാണ്? അവന്റെ ഭാര്യ വീട് എന്ന് പറയുന്നത് പിച്ചക്കാരുടെ കുടുംബമല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്ക് രേവതി അങ്ങ് തളച്ചങ്ങ് പൊന്തുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ അങ്ങനെ പിച്ചക്കാരുടെ കുടുംബമൊന്നുമല്ല, ചെറിയ വീടാണെന്നുണ്ടെങ്കിലും ഞങ്ങള് ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതെ പോവാറില്ല. ആ ചെറിയ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവർക്കും അന്നം ഊട്ടാറുണ്ട്. ഇത്രയും വലിയ വീടുണ്ടല്ലോ നിങ്ങൾക്ക്, എന്നിട്ട് ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ടോന്ന് ചോദിക്കുവാണ്. പിന്നെ നിന്റെ വലിയ ആ കുടുംബം ഈ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്ര തുടങ്ങുമ്പോഴേക്കും നിർത്തുന്നുണ്ടോ ചന്ദ്രേ? എന്ത് വർത്താനം നീ പറയുന്നത്? വന്ന് വന്ന് നിന്റെ സംസാരം വഷളായിക്കൊണ്ടിരിക്കുവാണ്. രേവതി പറഞ്ഞതുപോലെ തന്നെ വരുന്നവർക്ക് ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നവരുടെ വീടാണ് നല്ലത്. പണവും കാശും മാത്രം ഉണ്ടായാൽ മതി പോരാ, അത് ഒരിക്കലും നല്ല വീടാവില്ല. ഇങ്ങനെ ഒരു സംസാരിക്കരുതെന്ന് 1000 തവണ ചന്ദ്രൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വരുന്നവർക്ക് മര്യാദ കൊടുത്തിട്ട് സംസാരിക്കാൻ വേണ്ടി നീ പഠിക്കുന്നൊക്കെ പറയുവാണേ. അച്ഛാ, ഈ സംസാരമൊന്നും അമ്മയല്ല സംസാരിക്കുന്നത്, വന്നിരിക്കുന്ന ചെക്കാണ്. എന്തായാലും അമ്മ സംസാരിക്കട്ടെ, ഇത് വെറും ഒരു പേപ്പർ മാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാവുന്ന ഒരു ദിവസം വരും. തുടർന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ,
ഇത് നോക്കി ആന്റി, ഈ ചെക്ക് വന്നതിന്റെ പേരില് എന്റെ അമ്മ പണം തന്നതിന്റെ പേരില് ആന്റി മറ്റുള്ളവരെ കുറച്ച് സംസാരിക്കരുത്. ഇത് ഞാനൊരു കടമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. ഞങ്ങള് അധ്വാനിച്ച് ഈ കടം ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ വർഷം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ചന്ദ്രയ്ക്ക് വോയിസ് ഒന്നുമില്ലല്ലോ, അവിടുന്ന് തലയും കുനിച്ച് പോകുന്നുണ്ട്. തുടർന്ന് നമ്മുടെ രവി ശ്രീകാന്തിന്റെ അടുത്ത് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ശ്രീകാന്തെ, നിങ്ങൾ രണ്ടുപേരെടുത്തുമായിട്ട് പറയാണ്, നല്ലത് ഏതാ ചീത്ത എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് നോക്കിയും കണ്ട് മുന്നോട്ട് പോയിക്കോളാ എന്ന്. ശ്രീകാന്തെ, അവരെന്താണ് ഇത്രയും നാൾ വിചാരിച്ചത് അത് ഓരോന്നായിട്ട് നടത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മൾ എപ്പോഴും നമ്മൾ അധ്വാനിച്ച പണത്തിൽ നിന്നാൽ മാത്രമേ നമുക്കൊരു വിലയുണ്ടാവുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ നോക്കിയും കണ്ട് ചെയ്തോളാൻ വേണ്ടി പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോകുന്നുണ്ട്. എന്താ രവി ചേച്ചി ഇവർ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതെന്ന് വർഷ ചോദിക്കുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് എന്റെ സന്തോഷം. ആശംസകൾ അറിയിച്ച് രേവതി അവിടുന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്ര വീണ്ടും വരുവാണ് കേട്ടോ. നീ അവരുടെ വാക്കൊന്നും കേൾക്കാൻ വേണ്ടി നിൽക്കണ്ട, നിങ്ങൾ എത്രയും വേഗം തന്നെ റെസ്റ്റോറന്റ് ആരംഭിച്ച് മുന്നേറാനുള്ള വഴി നോക്കുക എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോവുകയാണേ.